കെട്ടി തൂക്കും, കത്തിക്കും, പാമ്പിനെ കൊണ്ട് കടിപ്പിക്കും, 247 പെൺമക്കളുടെ ജീവനെടുത്തു. എന്തൊക്കെ വാർത്തകളാണ് കേൾക്കുന്നത്? വിസ്മയ, ഉത്ര, തുഷാര, പ്രിയങ്ക, അർച്ചന, സുചിത്ര. മാറുന്നത് പേരുകൾ മാത്രമാണ്. എല്ലായിടത്തും കഥ ഒന്നു തന്നെ. കേരളത്തിൽ സ്ത്രീധന തർക്കവുമായി ബന്ധപ്പെട്ട കേസുകൾ ഉയരുകയാണ്. 28 കുടുംബ കോടതികളിലായി 1.25 ലക്ഷം കേസുകളാണുള്ളത്. അടുത്തത് ഇനി ആര്? ആഹാ, പെണ്ണെത്തിയല്ലോ. എന്തൊക്കെ അവിടെ സംഭവിക്കണ? പോയൊക്കെ പെണ്ണെത്തിന്നൊക്കെ പറയണ്ടല്ലോ. പിന്നെ പറയാ, ഈ യൂണിഫോം ഒക്കെ മാറ്റി വന്ന. വാലൈക്കും സലാം. ഓരെത്തിട്ടാ, ഇയൊക്കെ റെഡിയാക്കി വെക്കി. ഓള് മാറ്റിക്കണില്ലേ? മോളെ ഈ വെള്ളം കൊണ്ടേ കൊടുക്ക്. പഠിക്കല്ലേ, പഠിച്ചൊരു ജോലി കിട്ടിയിട്ട് പോരെ കല്യാണമൊക്കെ. കല്യാണം കഴിഞ്ഞിട്ട് ഒരു പഠിപ്പിക്കാന്നൊക്കെ ഉറപ്പ് വന്നിട്ടുണ്ട്. തൽക്കാലം ഇപ്പൊ എന്റെ അഭിപ്രായമൊന്നും ഇവിടെ ആവശ്യമില്ല. നല്ല കൂട്ടരാ, ഇത് നടന്നു കിട്ടിയ എന്റെ ഭാഗ്യം. പാപ്പാനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട. പാപ്പാന്റെ സ്വഭാവം എനിക്ക് അറിയണല്ലേ. ഉമ്മാന്റെ കുട്ടി ചെല്ല്. കുട്ടികൾക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഓർക്കൊന്നും സംസാരിക്കാണ്ടെങ്കിൽ സംസാരിച്ചോട്ടാ. നമുക്ക് മറ്റു കാര്യങ്ങൾ സംസാരിക്കാം. നമുക്കെന്നാ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഒരുപാട് വലിയ വലിയ ആലോചനകൾ വന്നതാ. എൻ്റെ മോൻ നിങ്ങളെ മോളെ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഓൻ്റെ ഇഷ്ടം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ ഞങ്ങളും കരുതി. മൂത്ത മരുമോള് വന്നപ്പോ 100 പവനും 10 ലക്ഷം ഇട്ടാണ് വന്നത്. അത്രയ്ക്കൊന്നും പറ്റിയില്ലെങ്കിലും ഇന്നെ കൊണ്ട് പറ്റുന്ന പോലെ തരാം. നിങ്ങൾ എന്ത് തന്നാലും നിങ്ങളെ കുട്ടിക്ക് തന്നെയാണ്. ഞങ്ങൾക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല. ഉമ്മ, നിങ്ങളിവിടെ നിൽക്കുകയാണോ? അവളോട് മറ്റേ കാര്യം ചോദിക്കണ്ടേ? ഞാനിന്ന് ലീലാമ്മയുടെ മരുമകളെ കാണാൻ പോയി. കയ്യിലൊക്കെ വലിയ വലിയ കട്ടിയുള്ള വളയും കഴുത്തിലൊക്കെ വലിയ വലിയ മാറി. കണ്ടിട്ട് തന്നെ കൊതിയായി. അങ്ങനെയൊക്കെ ആവണം പെൺകുട്ടികൾ അന്യ വീട്ടിലേക്ക് ചെല്ലുക. ഇവിടെ ഉണ്ടല്ലോ എത്തി, പറഞ്ഞതുപോലും മര്യാദക്ക് തന്നിട്ടില്ല. നാളെ ഉണ്ടല്ലോ നിൽക്കാന് ഞങ്ങളുടെ മുന്നിൽ. നിങ്ങൾക്ക് അറിയാലോ എന്റെ അവസ്ഥ. ഞാനിപ്പോ കഴിയണപ്പോലെ തന്നില്ലേ. തന്ന കഥ നീ കൂടുതൽ പറയണ്ട. അടുത്ത മാസം വരെ സമയം തരും. അതിനുവേണ്ടി തന്നെ ബാക്കി അപ്പ കാണാം. മോളാണല്ലോ. എന്താ മോളെ, എന്തിനാ എന്റെ കുട്ടി കരയണത്? എന്താ എനിക്ക് പറ്റി? ഉമ്മക്ക് ഇവര് നിക്കാൻ പറ്റുന്നില്ലട്ടോ. ഇവര് എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തുകയാണ്. ബാക്കി കൊടുക്കാനുള്ള സ്വർണം ചോദിച്ച എപ്പോഴും എന്നെ ഉപദ്രവിക്കാണ്. ഞാൻ അങ്ങോട്ട് വരട്ടെ? സാരല്ലേ മോളെ, ഈ എങ്ങനെയാലും അവിടെ പിടിച്ചു നിൽക്കാൻ നോക്ക്. ഈ ഇങ്ങോട്ട് വന്നാല് നാട്ടുകാരെന്താ പറയാ? അന്റെ താഴെ അനിയത്തിമാരൊക്കെ ഉള്ളതല്ലേ എനിക്ക്. ഈ കാരണം ഓരോ ഭാവി ഇല്ലാണ്ടാക്കരുത്. അറിയാത്ത നമ്പറാണല്ലോ. ഹലോ, എന്താ സാറേ? അതെ, സീനത്തിന്റെ ഉമ്മയാണ്. ഇനി പറയേണ്ടത് നിങ്ങളാണ്. നമുക്കിനി സ്ത്രീധനം വേണോ? നമ്മുടെ മക്കളെ സ്ത്രീധനത്തിന്റെ പേരിൽ കൊലക്കി കൊടുക്കണോ? സ്ത്രീധന പീഡനം ക്രിമിനൽ കുറ്റകൃത്യമാണ്. വിവാഹ ചിലവിന് എന്ന പേരിൽ വധുവിന്റെ വീട്ടുകാരിൽ നിന്നും വാങ്ങുന്ന പണം പോലും സ്ത്രീധനത്തിന്റെ പരിധിയിൽ വരും. ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച പെൺകുട്ടികൾക്ക് പോലും സ്ത്രീധനത്തിന്റെ പേരിലുള്ള
മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്നത് സമൂഹം നേരിടുന്ന ഒരു വലിയ ഭീഷണിയാണ്.